ഒന്നിങ്ങോ വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ.
ദിവസം രാജാവ് തന്റെ പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ കവാടത്തിന് പുറത്തു നിന്നും ഒരു ബഹളം കേട്ടു. ആരവിടെ? എന്താണ് കവാടത്തിനടുത്തൊരു ബഹളം? പോയി നോക്കൂ. ഗ്രാമത്തലവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുമായി കാവൽക്കാരൻ വന്നു. എന്താണ് പ്രശ്നം? ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നത്? രാജാവ് വീണാൾ വാഴട്ടെ. ഞാൻ അങ്ങയുടെ രാജ്യത്തെ പൊൻകുന്നം ഗ്രാമത്തലവനാണ്. ഞങ്ങളുടെ ഗ്രാമം എലികളാൽ നിറഞ്ഞിരിക്കുന്നു. എലികൾ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിക്കുകയും ഗ്രാമത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പഠിച്ച പഠിപ്പ് അതിലെത്ത് നോക്കിയിട്ടും എലികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ രക്ഷിക്കാൻ ഇനി രാജാവിനെ കഴിയുകയുള്ളൂ. നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഞാൻ എന്റെ സഭാ അംഗങ്ങളുമായി ആലോചിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും. ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പോകൂ. അങ്ങനെ രാജാവ് പറഞ്ഞത് കേട്ട് ഗ്രാമത്തലവൻ രാജാവിനെ വണങ്ങി അവിടെ നിന്നും പോയി. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. മന്ത്രി രാജാവിനെ വണങ്ങി. രാജാവ് ഗ്രാമത്തലവന്റെ പ്രശ്നം മന്ത്രിയെ അറിയിച്ചു. പ്രഭു, പൂച്ചകൾ എലികളെ തിന്നുന്നതിനാൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും നമുക്കൊരു പൂച്ചയെ നൽകി ഈ എലിശല്യം പരിഹരിച്ചാലോ? ഭലേ ബേഷ്, അത് നല്ലൊരാശയമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് പ്രഭു. ഇനി എന്ത് പ്രശ്നം? പാവപ്പെട്ട ഗ്രാമീണർ പൂച്ചകൾക്ക് എങ്ങനെ പാൽ നൽകും? എലികളെ തുരത്താൻ ആരോഗ്യമുള്ള പൂച്ചകൾ തന്നെ വേണം. ശരിയാണ്. അതിനിപ്പോൾ എന്താണ് മാർഗം? പൂച്ചയ്ക്കൊപ്പം നമുക്ക് ഓരോ പശുവിനെയും നൽകാം. അതിനാൽ പൂച്ചകൾക്ക് പാലും ലഭിക്കും. ബാക്കി വരുന്ന പാൽ കൊട്ടാരത്തിലേക്ക് എടുക്കുകയും ചെയ്യാം. രാജാവ് ഈ പരിഹാരത്തിന് സമ്മതിച്ചു. ഗ്രാമവാസികൾക്കെല്ലാം കൊട്ടാരത്തിൽ നിന്നും ഭടന്മാർ പശുവിനെയും പൂച്ചയെയും കൊണ്ടു നൽകി. ഗ്രാമവാസികളെല്ലാം പൂച്ചകൾക്ക് പാൽ കൊടുക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും പൂച്ചകൾ ആരോഗ്യവാന്മാരും മടിയന്മാരുമായി തീർന്നു. ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു. പ്രഭു, അങ്ങയെ കാണാൻ പൊൻകുന്നം ഗ്രാമത്തലവൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എലിയുടെ ശല്യങ്ങളൊക്കെ തീർന്നില്ലേ? ഇല്ല മന്ത്രി, അത് പറയാനാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത്. ഗ്രാമത്തലവൻ പൂച്ചകൾ പാല് കുടിച്ച് തടിച്ച് കൊഴുത്തു മടിയന്മാരായ കാര്യം ബോധിപ്പിച്ചു. ഓഹോ, അങ്ങനെയാണല്ലേ. നമുക്കെവിടെയോ പിഴച്ചു. സാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച പാൽ കുടിക്കാൻ വരുമ്പോൾ ചൂടുള്ള പാൽ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു ദിവസം രാജാവ് പൊൻകുന്നം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സഭ വിളിച്ചു ചേർത്തു. പാൽ കുടിക്കുന്നത് നിർത്തിയ തന്റെ പൂച്ച ഒഴികെ ഗ്രാമത്തിലെ ബാക്കിയുള്ള പൂച്ചകൾ എലികളെ വേട്ടയാടിയിട്ടില്ലെന്ന് ഗ്രാമത്തലവൻ രാജാവിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂച്ച എലികളെ വേട്ടയാടുന്നത്? താങ്കൾ അതിന് പാല് കൊടുത്തില്ലേ? പ്രഭു, ഇത് ഗ്രാമത്തലവന്റെ കുറ്റമല്ല. ഈ പൂച്ച പാൽ കുടിക്കാൻ വിസമ്മതിക്കുന്നു. പാല് കുടിക്കാത്ത പൂച്ചയോ? അതെങ്ങനെ സാധ്യമാകും മന്ത്രി? പ്രഭു, ഞാൻ ഇത് കാണിച്ചു തരാം. എനിക്കൊരു പാത്രം പാൽ കൊണ്ടുവരാൻ പറയൂ. ആരവിടെ? ഒരു പാൽപാത്രം മന്ത്രിക്ക് കൊണ്ടുകൊടുക്കൂ. മന്ത്രി പാൽപാത്രം പൂച്ചയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. പാൽപാത്രം കണ്ട ഉടനെ പൂച്ച ഓടിപ്പോയി. അതെന്താണ് ആ പൂച്ച ഓടിപ്പോയത്? പ്രഭു, ഞാൻ പൂച്ചയ്ക്ക് ഒരു പാത്രം ചൂട് പാൽ നൽകാൻ ഗ്രാമത്തലവനോട് പറഞ്ഞിരുന്നു. അത് അതിന്റെ നാവിനെ പൊള്ളിച്ചു. അന്നു മുതൽ ഈ പൂച്ച പാൽ കുടിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? പൂച്ചകൾ വിശക്കുമ്പോൾ മാത്രമേ എലികളെ വേട്ടയാടാറുള്ളൂ. എല്ലാ ദിവസവും പാൽ കുടിക്കുന്നതിലൂടെ പൂച്ചകൾ ആരോഗ്യമുള്ളവരും മടിയന്മാരുമായി തീരുകയും എലികളെ വേട്ടയാടാതിരിക്കുകയും ചെയ്യുന്നു. ഇതങ്ങയെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു പൂച്ചയ്ക്ക് മാത്രം ചൂടുള്ള പാൽ നൽകിയത്. പരിഹാരത്തിലെ അപാകത രാജാവിന് മനസ്സിലായി. പ്രശ്നം പരിഹരിക്കാൻ അന്ന് മുതൽ പശുവിന്റെ പാൽ പൂച്ചകൾക്ക് നൽകിയില്ല. അങ്ങനെ പൂച്ചകൾ എലികളെ പിടിക്കാൻ തുടങ്ങി. ആ ഗ്രാമം എലിശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരിക്കലൊരു സംഘം മോഷ്ടാക്കൾ കൃഷ്ണപുരം രാജ്യത്ത് പ്രവേശിച്ചു. ആ സമയത്ത് രാത്രികാലങ്ങളിൽ കവർച്ചയുടെ ഒരു പരമ്പര തന്നെ നടന്നിരുന്നു. കുറ്റവാളികളെ പിടിക്കാൻ
ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട രാജാവ് വളരെ അസ്വസ്ഥനായിരുന്നു. ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, നാമും നമ്മുടെ ഭടന്മാരും പഠിച്ച പണി 18 നോക്കിയിട്ടും നമ്മുടെ രാജ്യത്ത് വിലസുന്ന മോഷ്ടാക്കളെ പിടിക്കാൻ കഴിയുന്നില്ല. ഇനി മന്ത്രിക്ക് മാത്രമാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പ്രഭു. എന്ത് പറ്റി? പയ്യേ. ഒന്നുമില്ല, നമ്മുടെ രാജ്യത്ത് ഒരു കൊള്ളസംഘം വിലസുന്നുണ്ട്. അവരെ പിടിക്കാൻ രാജാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇന്നലെ കള്ളം കയറി. അവിടുത്തെ വേലക്കാരി രമൺ ചേച്ചി പറഞ്ഞോ. ആണോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നീ നമ്മുടെ പക്കലുള്ള പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറയണം. അയ്യോ, അതെന്തിനാ? അപ്പോൾ അത് നാട് മുഴുവൻ അറിയില്ലേ? അപ്പോൾ കള്ളന്മാർ നമ്മുടെ വീട്ടിലും വരില്ലേ? വരണം. വരാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയൂ. അങ്ങനെ പിറ്റേ ദിവസം മന്ത്രി പറഞ്ഞത് പ്രകാരം തങ്ങളുടെ പക്കലുള്ള പണത്തെക്കുറിച്ചുള്ള കഥകൾ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ മന്ത്രിയുടെ സമ്പത്തിനെ കുറിച്ച് ആ ഗ്രാമം മുഴുവൻ സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം മോഷ്ടാക്കളുടെ ചെവിയിലും എത്തി. നമുക്ക് ആ മന്ത്രിയെ ഒന്ന് നിരീക്ഷിക്കണം. അവൻ പഠിച്ച കള്ളനാണ്. നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി വല്ലതുമായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എങ്ങനെയെങ്കിലും അവന്റെ വീടിനുള്ളിൽ കയറിപ്പറ്റണം. അവന്റെ നീക്കങ്ങൾ വീക്ഷിക്കണം. അങ്ങനെ അവരിൽ ഒരാളെ കൊള്ളത്തലവൻ മന്ത്രിയുടെ വീട്ടിൽ ചാരപ്പണി ചെയ്യാൻ വേണ്ടി ജോലിക്കാരനായി വിട്ടു. പണമൊന്നും തരില്ല, എന്ന് ഭക്ഷണം തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോളൂ. എന്താ പ്രശ്നം? ആരാണ് ഇയാൾ? ജോലി അന്വേഷിച്ചു വന്നതാണ്. പണമൊന്നും കൊടുക്കണ്ട, ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. എന്നാൽ ഇയാൾ ഒരു വഞ്ചകനാണെന്ന് മന്ത്രിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷെ മന്ത്രി അറിഞ്ഞ ഭാവം നടിച്ചില്ല. ശരി, അദ്ദേഹത്തോട് ആദ്യം വിറക് കീറാൻ പറയും. പിറക് വശത്തുണ്ട്, കാണിച്ചു കൊടുക്കൂ. അന്ന് രാത്രി അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ആ പെട്ടി വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നമുക്ക് ആ പെട്ടി കിണറ്റിലിടാം. അവിടെ വെള്ളത്തിനടിയിലാവുമ്പോ ഒരു കൊള്ളക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് സുരക്ഷിതമായിരിക്കും. മന്ത്രിയും ഭാര്യയും കൂറ്റൻ കൂട്ടുള്ള ഒരു വലിയ മരപ്പെട്ടി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. വീട്ടുജോലിക്കാരൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ മന്ത്രിയും ഭാര്യയും പോയി കിടന്നുറങ്ങി. മന്ത്രിയുടെ മേൽ ചാരപ്പണിയെ നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, മന്ത്രിയുടെ ഇക്കാലം അത്രയുള്ള സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് എനിക്കറിയാം. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ എല്ലാവരും കൂടി അപ്പോൾ തന്നെ മന്ത്രിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മന്ത്രി ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയ വീട്ടുമുറ്റത്തേക്ക് അവരുടെ കൂട്ടാളി അവരെ നയിച്ചു. ചാരപ്പണി നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ കൂട്ടാളി കിണർ ചൂണ്ടി പറഞ്ഞു, അവിടെയാണ്. നമ്മളെങ്ങനെ പെട്ടി ഉയർത്തും? എന്തായാലും അതിന് അത്യാവശ്യം ഭാരമുണ്ട്. നമുക്ക് കിണറിലെ വെള്ളം വറ്റിക്കാം. അപ്പോൾ പെട്ടി ഉയർത്താൻ എളുപ്പമാകും. അങ്ങനെ എല്ലാവരും കൂടി കിണർ വറ്റിക്കാൻ തുടങ്ങി. കിണറിന് ചുറ്റും മരങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തിരക്കിൽ മന്ത്രി വന്നത് അവർ അറിഞ്ഞില്ല. മണിക്കൂറുകളോളം പണിയെടുത്ത് വെള്ളം കോരി കവർച്ചക്കാർ തളർന്നിരുന്നു. മതി, എല്ലാ ചെടികൾക്കും ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ഒഴുക്കിക്കളഞ്ഞ് പാഴാക്കണ്ട. വെള്ളം അമൂല്യമാണ്. മന്ത്രിയെ കണ്ടപ്പോൾ കള്ളന്മാർ സ്തംഭിച്ചു പോയി. അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച വഴി കാവൽക്കാരും പടയാളികളും ചേർന്ന് തടഞ്ഞു. അവർ കവർച്ചക്കാരെ കീഴടക്കി ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധിയിൽ കൊള്ളക്കാരെ പിടിച്ച കഥയും
തന്റെ തോട്ടത്തിൽ കൊള്ളക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച കഥയും നാടാകെ പരന്നു. ഒരു ദിവസം രാത്രി നമ്മുടെ രാജാവ് കിടന്നുറങ്ങുകയായിരുന്നു. ഭടൻ വിശറി കൊണ്ട് രാജാവിനെ വീശിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ജനൽ വഴി ഒരു കുരങ്ങൻ കൊട്ടാരത്തിലേക്ക് കയറിയത്. കുരങ്ങൻ ആരും കാണാതെ രാജാവിന്റെ റൂമിലേക്ക് വന്നു. എന്നാൽ കുരങ്ങൻ വന്നത് ഭടന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. രാജാവ് ഉറങ്ങി, ഇനി ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ഇതും പറഞ്ഞു ഭടൻ ഉറങ്ങാൻ പോയി. ഭടൻ പോയി കഴിഞ്ഞതും കട്ടിലിന്റെ അപ്പുറത്തു നിന്നും കുരങ്ങൻ പൊന്തി വന്ന് ഭടൻ പോകുന്നത് നോക്കി നിന്നു. ഓ, എന്തൊരു ചൂടാണ്, ഒന്ന് ആഞ്ഞു വീശടോ. ഇത് കേട്ട കുരങ്ങന് രാജാവിന് വിയർക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഭടൻ അവിടെ വെച്ചിട്ട് പോയ വിശറി എടുത്ത് കുരങ്ങൻ രാജാവിനെ വീശാൻ തുടങ്ങി. പെട്ടെന്നാണ് രാജാവ് കണ്ണു തുറന്നത്. കണ്ണു തുറന്ന രാജാവ് ഞെട്ടിപ്പോയി. ആരവിടെ? നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഈ കുരങ്ങൻ എങ്ങനെ ഇവിടെ വന്നു? അറിയില്ല പ്രഭു. ഞാൻ കരുതി നീ കുരങ്ങനായി മാറിയതാണെന്ന്. അങ്ങനെ രാജാവിന് ആ കുരങ്ങനോട് ഒരു ഇഷ്ടം തോന്നി. രാജാവ് കൂടെ കൊണ്ടു നടന്നു. മിടുക്കൻ. ആരെവിടെ? കൊട്ടാരം തയ്യൽക്കാരനോട് വരാൻ പറയൂ. ഉത്തരവ് പ്രഭു. മഹാരാജൻ എന്തിനാണ് വിളിപ്പിച്ചത്? കണ്ടില്ലേ നമ്മുടെ കൊട്ടാരത്തിലെ പുതിയ അതിഥി? ഉവ്വ്, അറിഞ്ഞിരുന്നു. ഇതിനൊരു പാന്റും കോട്ടും തലയിലൊരു തൊപ്പിയും എത്രയും പെട്ടെന്ന് തന്നെ തുന്നണം. തീർച്ചയായും ഞാൻ ഉടനെ തന്നെ തുന്നിത്തരാം. ആ, മന്ത്രി വന്നോ? കണ്ടില്ലേ മന്ത്രി, നമ്മുടെ പുതിയ അതിഥി. ഇവൻ മിടുക്കനാണ് കേട്ടോ. എന്നാൽ ഒരു കുരങ്ങനിലുള്ള രാജാവിന്റെ അന്ധമായ വിശ്വാസം മന്ത്രിയെ വിഷമിപ്പിച്ചു. മന്ത്രി പറഞ്ഞു, പ്രഭു, ഈ കുരങ്ങുകൾ ചിലപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല. ഇത് കേട്ട രാജാവിന് കലി കയറി. എന്ത്? ഇനി മന്ത്രി ഒരക്ഷരം മിണ്ടിയാൽ എന്റെ പുതിയ അതിഥിയായിരിക്കും ഇനി താങ്കൾക്ക് പകരം മന്ത്രി. ക്ഷമിക്കണം പ്രഭു. അങ്ങനെ അന്ന് രാത്രി രാജാവ് പതിവ് പോലെ ഉറങ്ങാൻ കിടന്നു. കുരങ്ങൻ വിശറിയുമായി രാജാവിന് വീശിക്കൊണ്ട് അടുത്തു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു കൊതുക് മുറിയിലേക്ക് വരുന്നത് കുരങ്ങൻ കണ്ടത്. കുരങ്ങൻ ഈ കൊതുകിനെ സംശയത്തോടെ നോക്കി. കൊതുക് കുരങ്ങനെ അവഗണിച്ച് ഉറങ്ങിക്കിടക്കുന്ന രാജാവിന്റെ നേർക്ക് ചീറിപ്പാഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വിശറിയുമായി കുരങ്ങൻ അവനെ ആട്ടിയോടിച്ചു. എന്നാൽ കൊതുകിനെ എളുപ്പം അടക്കി നിർത്താനായില്ല. കുരങ്ങനെ ധിക്കരിക്കാൻ എന്ന പോലെ രാജാവിന്റെ മൂക്കിൽ കൊതുക് വന്നിരുന്നു. ഇപ്പോൾ കോപാകുലനായ കുരങ്ങൻ തന്റെ മുഷ്ടി ഉയർത്തി കൊതുകിനെ ശക്തമായി ഇടിച്ചു. കൃത്യസമയത്ത് കൊതുക് പറന്നുപോയി. പക്ഷെ മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്ന രാജാവ് വേദന കൊണ്ട് പുളഞ്ഞു. അയ്യോ, എന്റെ മൂക്ക് ചമ്മന്തിയായേ. രക്തം കണ്ട് പേടിച്ചു പോയ കുരങ്ങൻ കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും ആ കുരങ്ങനെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ കുരങ്ങനിൽ നിന്നും രാജാവ് ഒരു പാഠം പഠിച്ചു.